കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കരയാതിരിക്കും വസു. നോക്ക്, നീ കരയുന്നുണ്ട് ഉണ്ണി എന്തുമാത്രം വിഷമിക്കുന്നെന്ന്. ഉണ്ണിക്ക് വേണ്ടിയെങ്കിലും നീ വിഷമിക്കാതിരിക്കും. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല വല്യമ്മ. ഞാനപ്പോ മാത്സ് ചെയ്യാൻ വേണ്ടിട്ടാ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചത്. നെക്ലസ് ആരാ അപ്പൊ ബുക്ക് ചെയ്തെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല വല്യമ്മ. പ്രോമിസ് വല്യമ്മ. കരയില്ലേ ഉണ്ണി? ഞാൻ കാരണമല്ലേ അമ്മമ്മ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞത്. ഇന്ന് രാവിലെ പോലും ഞാൻ കാരണം അച്ഛന്റെ ഷർട്ട് നശിച്ചു പോയത്. സോറി അമ്മ. ഒന്നും പറ്റില്ല ഉണ്ണി, നീ കരയാതിരിക്കും. നീ അമ്മയുടെ അടുത്തേക്ക് പോ. കഷ്ടപ്പെട്ട് ഹണിമൂണിന് പോവാൻ വേണ്ടിട്ട് അഖിലിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചതാ. അഖിൽ അമ്മയോട് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ഈ നെക്ലസ് പ്രശ്നം ഇടയ്ക്ക് കയറി. എന്റെ പ്ലാൻ മുഴുവൻ കൊളവായി. കാർത്തികേ, എന്റെ ഓമനെ, തങ്കമേ, എന്റെ ചക്കരേ. കാർത്തികേ, എന്താ എന്തിനാ വന്നേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഡിസപ്പോയിന്റ് ആയിട്ടിരിക്കുക. എനിക്കാണെങ്കിൽ കാറ്റ് പറക്കുന്ന പോലത്തെ ഫീലിംഗ് ആയിപ്പോ. ശരീരത്തിന് ഒരു ഭാരവും ഇല്ല. അതിന് ആദ്യം നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നെന്ന് പറ. ഹണിമൂണിന്റെ കാര്യം അഖിലിനെ കൊണ്ട് അമ്മയോട് ചോദിപ്പിക്കാന്ന് വിചാരിച്ചതാ. കറക്റ്റ് ആ ടൈമിൽ തന്നെ നെക്ലസ് പ്രശ്നം വന്നു. എന്റെ പ്ലാൻ മുഴുവൻ വേസ്റ്റ് ആയി. നിനക്കൊരു കാര്യം അറിയോ? എന്താ? ആ നെക്ലേസ് പ്രശ്നം ഉണ്ടാവാൻ കാരണം ഞാനാ. വാട്ട്? നെക്ലേസ് ഓർഡർ ചെയ്തത് ആ ഉണ്ണിച്ചേർക്കനല്ല, ഞാനാ. നിങ്ങളാണോ? യാ. നിന്റെ അമ്മാവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ആ ഉണ്ണി മാക്സ് ചെയ്തിട്ട് ഫോൺ സൈഡിൽ വെച്ചിരുന്നു. ആ ഗ്യാപ്പില് ഞാൻ നെക്ലേസ് ഓർഡർ ചെയ്ത് ആ കുറ്റം ഉണ്ണിയുടെ തലയിൽ വെച്ചു. എന്റെ പ്ലാൻ എങ്ങനെ വർക്കൗട്ട് ആയെന്ന് കണ്ടോ നീ? എപ്പോഴും എന്റെ പ്ലാൻ ഫെയിലായി പോകുന്നു പറഞ്ഞ് എന്നെ കളത്താറില്ലേ നീ? ഇപ്പൊ എന്ത് പറയുന്നു? എന്റെ ടാലന്റിനെ പുകഴ്ത്തുന്നോ? ഞാൻ ഗ്രേറ്റ് ആണെന്ന് സമ്മതിച്ചോ? എനിക്ക് ബ്രെയിൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നോ? എന്താ പറയാൻ പോകുന്നെന്ന് പറ 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 പറ. നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? നിങ്ങൾക്ക് ബുദ്ധി വല്ലതും ഉണ്ടോ? നിങ്ങൾ ചോറാണോ കഴിക്കുന്നത് അതോ പുല്ലാണോ കഴിക്കുന്നത്? എന്തോടെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? മിണ്ടരുത്. മിണ്ടിയാ നിങ്ങളുടെ നാവ് ഞാൻ അരിഞ്ഞെടുക്കും. എന്ത് പറ്റിയടി നിനക്ക്? എന്തിനാ എന്നെ വഴക്ക് പറയുന്നേ? നിങ്ങളെ വഴക്ക് പറഞ്ഞ പോരാ, കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞ് തള്ളണം. എന്നിട്ട് കാക്കയ്ക്കും കഴുകനും ഇട്ട് കൊടുക്കണം. അതിന് ഞാനിപ്പോ എന്ത് തെറ്റാ ചെയ്തേ? എന്ത് തെറ്റാ ചെയ്തേന്നോ? കഷ്ടപ്പെട്ട് അഖിലിനെ കൺവിൻസ് ചെയ്ത്
ഹണിമൂണിന് പോകാനായി സമ്മതിപ്പിച്ച് അമ്മയോട് പറയാനായി പോകുന്ന സമയത്ത് കറക്റ്റ് ആ ടൈമില് നിങ്ങളുടെ വൃത്തിയുടെ പ്ലാനാണ് നെക്ലസ് പോലെ വന്ന് എന്റെ പ്ലാൻ മൊത്തത്തിൽ കോളമാക്കി. ഓഹോ, ഇതിനാണോ കിടന്ന് ചാടുന്നേ? ഹണിമൂണൊക്കെ എന്താടി, ഇന്ന് പോയില്ലെങ്കി പിന്നൊരു ദിവസം പോകാലോ. എന്നാ ആ നെക്ലസ് വിഷയം ഇവിടെ കിടന്ന് ഉരുളുന്ന നീ കണ്ടോടി? കൺകുളിരുന്ന കാഴ്ചയാണത്. നിങ്ങളെ കൊണ്ടുപോയി മ്യൂസിയത്തിൽ വെക്കണം. നിങ്ങളും നിങ്ങളുടെ ഒരു മണ്ടം പ്ലാനും ഒരു കുത്തിവെച്ച് തന്നാലുണ്ടല്ലോ മൂക്കിന്ന് ബ്ലഡ്. എന്തോ നാടി ഇത്? എന്റെ വഴക്ക് കേട്ടിട്ട് എന്റെ ചെവിന്ന് ചോര വന്നു. നിങ്ങളെ ഇനിയും പറയണമെന്നുണ്ട്. പക്ഷേ ഇനി അതിനുള്ള ആരോഗ്യമില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വഴക്ക് പറയും. നിങ്ങളെ ഇവള് വഴക്ക് പറഞ്ഞ കുഴപ്പമില്ല. എന്നാ ആ വസുവിനെ ഞാൻ കരയിപ്പിച്ചു. എനിക്കത് മതി. തൃപ്തിയായി. അമ്മ സോറി അമ്മ, ഞാൻ കാരണമല്ല ഇങ്ങനെ സംഭവിച്ചത്. അല്ല ഉണ്ണി, ഞാൻ ഫോണിൽ കൂടി ഒരു നെക്ലസ് ഓർഡർ ചെയ്തിട്ടേ ഇല്ല അമ്മ. അതാരാ ചെയ്തെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അപ്പൂപ്പന്റെ ഫോണില് മാക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അമ്മ. അതൊക്കെ പോട്ടെ, ഇവിടെ ഇരിക്ക. കരയാതെ മോൻ ഈ കാര്യം ഇവിടെ വെച്ച് മറന്നേക്ക്. ഇനി മുത്തച്ഛന്റെ ഫോണ് വാങ്ങാൻ പാടില്ല കേട്ടോ, മനസ്സിലായോ? റിയലി സോറി അമ്മ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ ഫോൺ മേടിക്കുള്ളൂ. ഇനി മുതൽ ഒരിക്കലും ഞാൻ ഫോണിൽ കളിക്കില്ല അമ്മ, പ്രോമിസ്. ശരി, കരച്ചിൽ നിർത്തിട്ട് പോയി കളിക്ക്. ഞാൻ കാരണമല്ലേ അമ്മമ്മ അമ്മയെ വഴക്ക് പറയുന്നേ? സുമംഗലി അമ്മമ്മയും വഴക്ക് പറഞ്ഞു. ഐ എം വെരി വെരി സോറി അമ്മ. ശരിക്കും ഐ എം വെരി വെരി സോറി. ഇതിൽ ഉണ്ണിയുടെ തെറ്റൊന്നുമില്ല, എനിക്ക് നിന്നെ വിശ്വാസം. മോൻ വിഷമിക്കാതെ ഓടിപ്പോയി കളിച്ചോ. അച്ഛനെന്താ ഈ സമയത്ത് വിളിക്കുന്ന? ഹലോ അച്ഛാ. സുഖമായിരിക്കുന്നു മോളെ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു അച്ഛാ. അച്ഛന് സുഖമാണോ? അമ്മ എവിടെ അച്ഛാ? രണ്ടുപേരും സുഖമായിരിക്കുന്നു മോളെ. നിന്നെ കാണാൻ വരണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല മോളെ. സാരമില്ല അച്ഛാ. അഭിമോനും ഉണ്ണിയും അനുവും കീർത്തിയും എങ്ങനെ ഇരിക്കുന്നു മോളെ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ മോളെ? എല്ലാവർക്കും സുഖം അച്ഛാ. എന്താ മോളെ ഒരു വല്ലായ്മ പോലെ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. പിന്നെ നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? അത് എനിക്ക് ജലദോഷം പിടിച്ചു, അതുകൊണ്ടാ. ശ്രദ്ധിക്കണം മോളെ, നിന്റെ ഹെൽത്ത് നന്നായി സൂക്ഷിക്കണം. എന്നാ ശരി അച്ഛാ. ഒരു കാര്യം പറയാനാ മോളെ ഫോൺ ചെയ്തത്. എന്ത് കാര്യം അച്ഛാ? ഞാൻ കുറച്ചുനാൾ മുമ്പ് മോൾക്ക് കുറച്ച് പൈസ തന്നിരുന്നില്ലേ? ഇപ്പോൾ അതിന്റെ ചെറിയൊരു ആവശ്യം വന്നിരിക്കുന്നു മോളെ. ഞാൻ വീട്ടിലേക്ക് ആളെ അയക്കാം, നീ പൈസ കൊടുത്ത് അയക്കാമോ? മോളെ വസു.
അച്ഛാ, ഞാൻ ആ പൈസ പെട്ടെന്ന് തന്നെ മോളെ തിരിച്ചേൽപ്പിക്കാം. ഇപ്പോ കുറച്ച് അർജന്റാ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരി അച്ഛാ, ഞാൻ കൊടുത്തയക്കാം. വളരെ നന്ദി മോളെ. അഭിമോനുണ്ടോ അവിടെ? ഇല്ല, ഓഫീസിലേക്ക് പോയിരിക്കുക. അന്വേഷണം പറയണം. ഞാൻ അയക്കുന്ന ആള് മോളെ ഫോൺ വിളിക്കും. ആയിക്കോട്ടെ അച്ഛാ, ബൈ. എന്നാ ശരി മോളെ. എന്റെ ഭഗവാനെ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഇനി അച്ഛൻ ആ പണം എങ്ങനെയാ ഞാൻ തിരിച്ചു കൊടുക്കുക? ഇത്ര പെട്ടെന്ന് ഇത്രയും കാശിന് വേണ്ടിയിട്ട് ഞാൻ ആരോടാ ചോദിക്കുക? എന്താ ഇപ്പൊ ചെയ്യാ? ചേച്ചിയോട് ഇപ്പൊ ചോദിച്ചോ? ഭാസ്കരേട്ടനോട് ചോദിച്ച എന്തെങ്കിലും ഒരു വഴി കാണും. ചേച്ചി, എന്താ വസു? നിനക്ക് മാത്രം അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ദിവസം ഓരോ പ്രശ്നങ്ങളുണ്ടായി നീ അമ്മയുടെ മുന്നിൽ നിൽക്കുക. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ദത്തെടുക്കുന്ന ചടങ്ങ് നടന്നതിന് ശേഷം പ്രശ്നങ്ങൾ കൂടി വരുക. ആ കൈനോട്ടക്കാരി അമ്മ പറഞ്ഞതുപോലെ മനസമാധാനം ഇല്ലാതായി. കീർത്തി ഉണ്ണി താഴെ തള്ളിയിട്ടെന്ന് പറഞ്ഞൊരു പ്രശ്നം, അബിയുടെ ഷർട്ട് കത്തിപ്പോയിന്ന് പറഞ്ഞ അടുത്ത പ്രശ്നം, ഇപ്പൊ ഏതാ ഈ നെക്ലസിന്റെ പ്രശ്നം. ഉണ്ണി എങ്ങനെ നെക്ലസ് ഒക്കെ ബുക്ക് ചെയ്യുന്നത്? അമ്മ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ടത്? എല്ലാം എന്റെ തലയിലെഴുത്ത ചേച്ചി, എന്റെ ഭാഗ്യക്കേടാ. വിഷമിക്കാതെ വസു, എല്ലാ ദിവസവും ഇങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ നിനക്ക് കഷ്ടകാലമെന്ന് വിചാരിക്ക്. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാകും. പുതിയതായിട്ട് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അതെന്ത് പ്രശ്നം? അച്ഛൻ എന്റെ കയ്യില് കുറച്ച് പണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പണം നെക്ലസിന് വേണ്ടിട്ട് കൊടുത്തത്. അതെ, അറിയാം. കുറച്ചു മുന്നേ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അർജന്റായിട്ട് ആ പണം വേണമെന്ന് പറഞ്ഞു. നീ ഇതെന്താ പറയുന്ന വസു? എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ചേച്ചി. അത്രയ്ക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചോദിക്കില്ല. നടന്ന കാര്യം അച്ഛനോട് പറയാനും പറ്റില്ല. ഈ സമയത്ത് ഇത്രയും പണത്തിന് ഞാൻ എങ്ങോട്ടാ പോവാ? എനിക്കാകെ ഭ്രാന്ത് പിടിക്കുക. ദൈവമേ, ചെറിയച്ഛൻ ഇപ്പൊ തന്നെ വിളിക്കണമായിരുന്നോ? ഇതെന്താ വസു, എല്ലാ പ്രശ്നവും ഒരുമിച്ച് വന്ന് തലയ്ക്കും ഇത് വീഴുന്നത്? ചേച്ചി, ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ആ കാശ് അറേഞ്ച് ചെയ്യണോ വസു? അതെ ചേച്ചി, എങ്ങനെയെങ്കിലും ഞാനത് തിരിച്ചു തന്നു തീർക്കാം. ഭാസ്കരേട്ടനോടൊന്ന് ചോദിച്ച് കുറച്ച് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ചേച്ചിക്ക്? അത്രയും കാശൊന്നും എന്റെ ഏട്ടന്റെ കയ്യിലുണ്ടാവില്ല. ഏട്ടന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ പറയാം. നീ ടെൻഷനൊന്നും ആവണ്ട വസു. താങ്ക്സ് ചേച്ചി. അച്ഛൻ പണത്തിന് വേണ്ടി ആളെ അയക്കാന്ന് പറഞ്ഞു. അതിനു മുന്നേ പണം കിട്ടിയാൽ മതി എനിക്ക്. പക്ഷെ ഒരിക്കലും ഏട്ടൻ ഈ കാര്യം അറിയരുത്. അറിഞ്ഞത് നല്ലതല്ല. അതെ വസു, ഈ കാര്യം അഭി അറിഞ്ഞാൽ ശരിയാവില്ല. ശരി ചേച്ചി, ഞാൻ അച്ഛനെ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. എന്താ ചേച്ചി ഏട്ടൻ മിണ്ടാതെ പോയത്?
ഏട്ടൻ ഓഫീസിൽ നിന്ന് വേഗം തിരിച്ചു വന്ന എന്താ? നമ്മൾ സംസാരിച്ചത് കേട്ട് കാണൂ ചേച്ചി? കേട്ടുന്ന് തോന്നുന്നത് വസു. ആരറിയണ്ടെന്ന് നമ്മൾ വിചാരിച്ചോ അയാൾ തന്നെ അറിഞ്ഞു. അഭി നല്ല ദേഷ്യത്തിലാ പോയതെന്ന് തോന്നുന്നു. ഇനി എന്താ ചെയ്യാ? ഏട്ടൻ എന്തു പറയുമോ എന്തോ. വിഷമിക്കണ്ട വസു. നീ ചെന്ന് നടന്ന കാര്യങ്ങൾ പറയേ. ചെല്ല. ഏട്ടൻ ഈ കാര്യമൊക്കെ ഏത് രീതിയിൽ എടുക്കുന്നെന്ന് അറിയില്ല. നല്ല രീതിയിൽ എടുത്താലും അല്ലാതെ എടുത്താലും നമുക്കിതിൽ വേറൊന്നും ഇനി ചെയ്യാനില്ല. അബി എല്ലാ കാര്യവും കേട്ടു. ഇനി നീ ഒന്നും മറയ്ക്കാതെ അവനോടെല്ലാം പറയുന്നത് തന്നെ നല്ലത്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ഒന്ന് ശ്വാസം വിടാൻ പോലും സമയമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന. അബി ഇപ്പൊ എല്ലാം കേട്ടത് ഒരു കണക്കിന് വളരെ നന്നായി. കുറച്ചു ദിവസം കഴിഞ്ഞ് എല്ലാം അറിയുന്നതിനേക്കാളും ഇപ്പൊ ഈ അറിഞ്ഞത് തന്നെയാ നല്ലത്. നീ ചെല്ല് വെച്ചു. എനിക്ക് പേടിയാവുന്നു ചേച്ചി. ഏട്ടൻ എന്ത് പറയുമോ എന്തോ. പേടിക്കാതെ വസു. അബിക്ക് എല്ലാം മനസ്സിലാവും. നീ നടന്ന കാര്യം പറയും. ഒന്നും സംഭവിക്കില്ലല്ലോ? ഒന്നും സംഭവിക്കില്ല വസു. നിന്റെ ഈ പ്രശ്നത്തിന് അബി ഒരു പരിഹാരം കണ്ടെത്തും. നീ ധൈര്യമായിട്ട് പോ. ചെല്ല് വസു. എന്താ ഏട്ടാ? എന്താ ഈ വീട്ടിൽ സംഭവിക്കുന്നത്? അത് ഞാൻ അറിയാതെ താനെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്നോട് പറയ്, എന്താ സംഭവിച്ചത്? ഫോൺ ഉണ്ണിയുടെ കയ്യിലല്ലായിരുന്നോ? അവൻ ബുക്ക് ചെയ്യാതെ പിന്നെ എങ്ങനാ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അമ്മൂമ്മ. വായടയ്ക്ക്. കാശ് കൊടുക്കണം പോലും. ഞാൻ കൊടുത്തോളാം അമ്മേ. ആ ഫോൺ എടുത്ത് ഉണ്ണി കളിച്ചു എന്നുള്ളതാ തെറ്റായി പോയത്. ആ നെക്ലേസ് ഉണ്ണി ഓർഡർ ചെയ്തതല്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ഉണ്ണി അത് ഓർഡർ ചെയ്തെന്നാ ഇളയമ്മയും അമ്മയും ഒക്കെ പറയുന്നത്. എന്റെ കയ്യിൽ അച്ഛൻ തന്നിരുന്ന പണം ഞാൻ നെക്ലേസിന് വേണ്ടി കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാവനച്ചോട് ചോദിക്കുന്ന സമയത്താ ഏട്ടൻ വന്നത്. ഇതൊന്നും ഞാൻ അറിയാൻ പാടില്ലെന്ന് താൻ എന്തുകൊണ്ടാ വിചാരിച്ചത്? ഏട്ടൻ ഈ പ്രശ്നം അറിയണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടാ. അപ്പോ ഇതൊരു ചെറിയ കാര്യമാണെന്നാണോ? വലിയ കാര്യം തന്നെയാ. പക്ഷേ ഏട്ടത്തെ കൊണ്ട് പൈസ തരാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? എന്തെങ്കിലും പറയൂ. പൈസക്ക് പിന്നെ താൻ ആരോട് ചോദിക്കുമായിരുന്നു? നടന്ന കാര്യങ്ങൾ തന്റെ അച്ഛനോട് പറയായിരുന്നോ അതോ തന്റെ ആഭരണങ്ങൾ കൊണ്ടുപോയി വിൽക്കുമായിരുന്നോ? ഇല്ല ഏട്ടാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് തനിക്കെന്താ എന്നെ ഓർമ്മ വന്നില്ലേ? ഇതെല്ലാം വന്ന് എന്നോട് പറയണമെന്ന് തനിക്ക് ഒട്ടും തോന്നിയില്ലേ? ആരെങ്കിലും വഴക്ക് പറഞ്ഞ് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കും. നിന്റെ അച്ഛനോട് പൈസ ചോദിക്കും, തന്റെ കൂടപ്പിറപ്പിനോട് പണം കടം ചോദിക്കും. എന്നാൽ തന്റെ ഭർത്താവിനോട് മാത്രം വാ തുറന്ന് ഒന്നും ചോദിക്കില്ല. അതെന്താ? നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് ഞാനാണ്. നിനക്കൊരു കഷ്ടകാലം വന്നാൽ തുണയായിട്ട് നിൽക്കേണ്ടത് ഞാനാണ്.
നീ ഭയപ്പെടുമ്പോൾ നിനക്ക് ധൈര്യം തരേണ്ടതും ഞാനാണ്. നീ സങ്കടപ്പെടുമ്പോൾ ആശ്വസിപ്പിക്കേണ്ടതും ഞാനാണ്. അങ്ങനെയുള്ള എന്നെ നീ എങ്ങനെയാണ് മറന്നു പോകുന്നത്? അപ്പോ എന്നെ തനിക്ക് വിശ്വാസമില്ല അല്ലേ? നമുക്കിടയിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല? ഞാൻ നിനക്ക് ആരുമില്ലെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എന്നെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ടാണോ കണ്ടിരിക്കുന്നത്? ഞാനെന്താ തനിക്ക് വെറും ഒരു അന്യനാണോ? പറയങ്ങോട്ട്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? എന്റെ മേല് തനിക്ക് വിശ്വാസം വരാനായിട്ട് ഞാൻ ഇനി എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? നമുക്കിടയിലുള്ള അകലം എന്തുകൊണ്ടാണ് കുറയ്ക്കാൻ പറ്റാത്തത്? എന്റെ സ്നേഹത്തില് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. ഞാൻ എന്താണ് ചെയ്യണമെന്ന് പറയൂ പ്ലീസ്. ഏട്ടൻ എനിക്കെല്ലാം ചെയ്തു തരുന്നുണ്ട്. പിന്നെ എന്തിനാ താൻ എന്നെ മാറ്റി നിർത്തുന്നത്? തന്റെ ബുദ്ധിമുട്ട് എന്റെ ബുദ്ധിമുട്ടല്ലേ? തന്റെ വേദന എന്റെ വേദനയല്ലേ? നീ എന്റെ ഭാര്യയല്ലേ? ഞാൻ നിന്റെ ഭർത്താവല്ലേ? അത് ഏട്ടൻ വർക്കിലായിരിക്കില്ലേ? പിന്നെ ഏട്ടന് പല പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? അതിനിടയില് ഞാനും കൂടി ഏട്ടനെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എത്ര വലിയ വർക്കിലായാലും എത്ര വലിയ പ്രശ്നത്തിലായാലും എനിക്ക് തന്നെക്കാൾ വലുതൊന്നും അല്ലാതെ. നീ കഴിഞ്ഞിട്ടുള്ളൂ എനിക്കതല്ല. ഞാൻ പുറത്തുപോയി കഷ്ടപ്പെടുന്നത് നിന്റെ കഷ്ടപ്പാട് ഇല്ലാതാക്കാൻ വേണ്ടിയാ. നിന്നെ നന്നായിട്ട് നോക്കാൻ കൂടി വേണ്ടിയാ. അപ്പൊ താൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാനെങ്ങനെ പറയും? നീ എന്നെ വിശ്വസിക്കണം. നിനക്കിനി എന്ത് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. തനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് എന്നോട് പറയണം. ഞാൻ തന്റെ കണ്ണീര് തുടയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നല്ലാതെ ഞാനൊന്നും ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുഖദുഃഖങ്ങളിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ദയവ് ചെയ്ത് എന്നെ ഒരു തേർഡ് പേഴ്സണായിട്ട് കാണുന്നത് അവസാനിപ്പിക്കണം. എന്നെ തന്നെ ഭർത്താവായിട്ട് കാണണം. Very sorry, Etta. I am very sorry, Etta. വസുന്ധര, വസുന്ധര പ്ലീസ് കരയാതിരിക്കുക. തന്റെ കൂടെ ഞാനുണ്ട്. നിന്റെ അച്ഛനാ പണം ഞാൻ തിരിച്ചു കൊടുത്തോളാം. ഇത് മാത്രമല്ല, തനിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് മാത്രമേ ചോദിക്കാവൂ.